അസ്സലാമു അലൈക്കും. ഞാനിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിരിയാണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിനി ആ ബിരിയാണീൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കുട്ടന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പീസസ് ആക്കി മുറിക്കാം. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയൊരു പാൻ എടുത്ത് അതിലേക്ക് സവാള പൊരിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ വളരെ നൈസാക്കിയിട്ട് മുറിച്ചിട്ട് വേണം സവാള പൊരിച്ചെടുക്കേണ്ടത്. ഈവണായിട്ട് എല്ലാതും പൊരിച്ചെടുക്കാം. ഏകദേശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ടത് കരിഞ്ഞു പോവുള്ളൂ. അത് വേണ്ടാത്തതുകൊണ്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് കുറച്ചും കൂടി ഒന്നും കൂടി മുരിഞ്ഞ് വരും. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ഒക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഏലക്കായ, ഗ്രാമ്പൂ എല്ലാതും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്കിതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് കഴിയുമ്പോൾ തന്നെ ഒരു സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെച്ചാൽ മതി. കുറച്ചൊന്ന് അതിൻ്റെ ഒരു മണം പോകുന്നത് വരെ നമുക്കൊന്ന് വാട്ടാം. അതിലേക്ക് തന്നെ ഒരു 4 വലിയ സൈസിലുള്ള ഉള്ളി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് വാടുന്നതാണ്. നമുക്കിതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം. ഇതേ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഉള്ളി. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ടോ പേസ്റ്റോ ആയിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 വലിയ സൈസിലുള്ള തക്കാളി വട്ടത്തിലരിഞ്ഞതാണ്. വട്ടത്തിലരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണ് തക്കാളി. ഇനി അതിലേക്ക് പച്ചമുളക് ഒരു 8-9 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ നടു കീറിയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. എരിവ് എന്തായാലും അതിൽ നിന്ന് ഇറങ്ങും നന്നായിട്ട് വാടി വരുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിട്ടോ ചതച്ചിട്ടോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, എരിവ് കൂടുതൽ വേണ്ടവർക്ക്. ഇതിലേക്ക് മല്ലിച്ചപ്പാണ് ഇടുന്നത്. മല്ലിയില ഒരു 2 പിടി മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തൈര്, 200 ഗ്രാം തൈര് ഉണ്ടാവും ഏകദേശം, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണിത്. അര സ്പൂണോളം നാരങ്ങ നീരാണ് ചേർത്തത്. നല്ല പുളിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂണ് നാരങ്ങ നീര് ചേർത്തത്. ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഗരം മസാലേൻ്റെയും എല്ലാ പൊടികളുടെയും ഒക്കെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുത്ത ബീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ എല്ലും ഇറച്ചിയും ഒക്കെ എല്ലാതും കൂടി മിക്സ് ആക്കിയിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരിക. ആ മിക്സ് ചെയ്തതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉള്ളി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്തല്ലോ, അതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് വരും നമ്മളെ ഒരു ബിരിയാണിക്ക്. പിന്നെ അതേപോലെ പിസ്ത പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ബദാമിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. അതാണ് ഈ ദം ബിരിയാണീൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അരിയൊക്കെ ഒന്ന് എടുക്കാം. 250 ml 4 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി അരി തന്നെ എല്ലാവരും എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമ്മളെ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവൽ. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നല്ലൊരു 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് നമുക്കതൊരു അരമണിക്കൂർ നേരം കുതിരാൻ വെക്കാം. കുതിരാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. എത്രയാണോ അരി അതിൻ്റെ ഇരട്ടി വേണം വെള്ളം വെക്കേണ്ടത്. ഒരുപാട് വെള്ളത്തിൽ നമുക്ക് തിളപ്പിച്ചെടുക്കുന്ന ചോറിനാണ് കൂടുതൽ ഒരു നല്ല പശയൊക്കെ പോയിട്ട് നല്ലൊരു ആവൽ. പിന്നെ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കൂടുതൽ കൂടി നിൽക്കണം ഉപ്പ്. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ നേരം കുതിർത്തി വെച്ചതായിരുന്നു അരി.
ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1.5 സ്പൂണോളം നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം. എപ്പോഴും വെള്ളത്തിൽ ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം, എന്നാലേ അരിയിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു 7 മിനിറ്റോളം ഏകദേശം പിടിച്ചിട്ടുണ്ട് അരി നമ്മൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ചോറൊന്ന് അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അത് തിളച്ച് വറ്റട്ടെ. വറ്റിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കണം. ഞാനിപ്പോൾ അതിൽ തന്നെയാണ് ദമ്മിടാമെന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ ഇത് പാലിൽ 2 തുള്ളി ബദാമിൻ്റെ എസൻസ് കലക്കി വെച്ചതാണ്. ഇതും കൂടി ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ് ദമ്മിടുമ്പോൾ. നമുക്ക് ഫസ്റ്റത്തെ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കാം. അടിഭാഗം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചോറൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു കൂട്ടിട്ട് കൊടുക്കാം, മസാല. വീണ്ടും ചോറൊന്ന് ഇട്ട് കൊടുക്കാം. ചോറിട്ട് നന്നായിട്ടൊന്ന് മൂടി ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാം. അതിൻ്റെ മുകളിൽ പൊരിച്ചിട്ടുള്ള നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി ഒന്നിട്ട് കൊടുക്കാം. അതേപോലെ മല്ലിയില, കശുവണ്ടി, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂൺ നെയ്യും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഞാൻ ആ കാര്യമൊന്നും വിട്ടുപോയിട്ടുണ്ട്. മറക്കാതെ ഒരു 2 സ്പൂൺ നെയ്യും കൂടി അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കണം. വീണ്ടും നമുക്ക് ദമ്മിടാനുള്ള മസാല ഇട്ട് കൊടുക്കാം. പകുതിയായിട്ടാണ് ഞാൻ ഇട്ടത്. ഈ പ്രാവശ്യം ഫുള്ളായിട്ട് മസാല ഒന്നാകെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ഉള്ളി പൊരിച്ചതും മല്ലിയില, പിന്നെ അതേ ബദാമിൻ്റെ എസൻസ് നമ്മൾ കലക്കി വെച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് മൊത്തത്തിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് മൂടി വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടയുന്ന ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചാൽ മതി. ഇനി മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടിയിലൊന്നും കരിഞ്ഞു പോകണ്ട. അല്ലെങ്കിൽ ഒരു അടിയിൽ വേറൊരു പാത്രം വെക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബിരിയാണീൻ്റെ ചട്ടി വെച്ചിട്ട് വെക്കാവുന്നതാണ്. ഇപ്പോൾ അതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണം അടിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഈ ഒരു ബിരിയാണി ഉള്ളത്. ആ ബദാമിൻ്റെ എസൻസും ഫ്ലേവറും പിന്നെ അതേപോലെ ഒക്കെ അതൊക്കെ അതിൻ്റെ മസാലേൻ്റെ ഒരു മണമൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മളൊരു അടിപൊളി ചോറാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.